ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്നെ കാണാൻ പറ്റണ്ടോ? ഇപ്പോഴായിരിക്കും എന്നെ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണാൻ പറ്റുക. ഇന്ന് നിലേഷിൻ്റെ വ്ളോഗ് എടുക്കുന്നത് ഞാനാണ് ഗൈസ്. കാരണം എന്നെ ഓണം ഫോട്ടോഷൂട്ടാണ് ഗൈസ്. കണ്ടോ, എനിക്ക് മുല്ലപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ മുഖം കുറച്ച് ഡാർക്കായിരിക്കും. നിലേഷ് അവിടെ ഉണ്ട് ഗൈസ്. നിലേഷ് വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയി കാണാം. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഭംഗിയുണ്ടോ ഗൈസ്? ഹീലിൻ്റെ ചെരുപ്പിട്ട കാരണം കൊണ്ട് എല്ലാം കൂടെ നോക്കണം. ദിസ് ഇസ് മൈ സാരി, ബനാറസി ഡബിൾ ഷെയ്ഡാണ്. എന്താ പറയുക, ഒരു ചെറിയ റെഡും വൈറ്റും, വൈറ്റല്ല ഓഫ് വൈറ്റ് ബനാറസി സാരിയാണ് ഗൈസ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇന്ന് പല്ലും തല്ലി താഴെ വീഴും. ഹീൽസ് ഫോട്ടോഷൂട്ടിനല്ല ഗൈസ്, താഴെ വരെയല്ലേ. ലുക്ക് മിസ്റ്റർ നിലേഷ്. ഹായ് ഗൈസ്. അപ്പോൾ ഞാനിന്ന് ചെറുതായിട്ടൊന്ന് മീശെല്ലാം പഠിച്ച് ഒന്ന് ഷേവ് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തായിരുന്നു. ഒന്ന് മുടിയെല്ലാം ഒന്ന് ഒതുക്കി വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് പരിപാടി. ആഗ്നസിൻ്റെ നിർബന്ധപ്രകാരം മാത്രമാണ്, എനിക്ക് നിർബന്ധം ഉണ്ടായിട്ടൊന്നുമല്ല, ആഗ്നസ് നിർബന്ധിച്ചുകൊണ്ട് മാത്രം. അതെ ഗൈസ്, അതെ ഗൈസ്, എൻ്റെ ഒരു നിർബന്ധപ്രകാരമാണ് ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നത്. എനിക്ക് എന്തായാലും കുറച്ച്, ഞാൻ ഓണത്തിന് ഇതുവരെ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടില്ല. ഞാൻ ഇതുവരെ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടില്ല ഓണത്തിന്. അപ്പോൾ എനിക്ക് ഫോട്ടോഷൂട്ട് നടത്തണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം നിലേഷിൻ്റെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടും അടിപൊളിയായിട്ട് എടുത്തു തരുമെന്ന് അറിയാവുന്നതുകൊണ്ടും ഞാൻ അവനെ വളച്ചെടുത്തു ഗൈസ്. കർത്താവ്യ ആരൊക്കെയോ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിനി ഫോട്ടോഷൂട്ടിലേക്ക് പോട്ടെ ഗൈസ്. ഗൈസ്, വമ്പം ഫ്ലോപ്പാണ് ഗൈസ് നമ്മുടെ ഫോട്ടോഷൂട്ട്. എനിക്ക് കാണാൻ പറ്റില്ല. കാണാൻ പറ്റുന്ന ടച്ച് ചെയ്താൽ കാണാൻ പറ്റും. കാണാൻ പറ്റും. അത് ബാക്കിൽ ഊതണോ ഞാൻ? ഒന്നും ഊതൊന്നും വേണ്ട, ഇത് ഇങ്ങനെ അങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ മതി. കഴിവ് വേണോ അതിന്? നല്ല റെക്കോർഡേ പറയുന്നത്. എനിക്ക് കഴിവുണ്ട് ഗൈസ്. അവൾക്ക് ഒരു കഴിവുമില്ല. ഞാൻ മര്യാദക്ക് ആ നല്ലൊരു ക്യാമറ ആയതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. എൻ്റെ കഴിവൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെ പൊങ്ങച്ചും പറയുന്ന പരിപാടി എനിക്കില്ല. ഞാൻ പറ്റില്ല ക്യാമറ. സോറി ഞാൻ എൻ്റെ പൊങ്ങച്ചം പറയുന്നില്ല. ക്യാമറ കൊള്ളാവുന്നുണ്ട്, ഫോട്ടോ കൊള്ളാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരു പൊങ്ങച്ചം ഞാൻ പറയുന്നില്ല. നിലേഷ് ഒരു കഴിവേറിയാണ് ഗൈസ്. ഒരു കഴിവേറിയല്ല, ഞാനും കഴിവേറിയാണ് ഗൈസ്. ഇവക്ക് ഈ കഴിവറിന്റെ അർത്ഥം അറിയില്ല ഗൈസ്. കഴിവറി എന്ന് വെച്ചാൽ ഇവിടെ വെച്ചാൽ കഴിവ് കൂടുതലുള്ള ആള് എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗൈസ് അങ്ങനെയല്ല. മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, കഴിവറി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, പറഞ്ഞു കൊടുക്കും. ഒന്നും അറിയില്ല ഇവക്ക്. കഴിവ് ഏറിയ ആൾ. അതെ അതെ അതെ. പുതിയ നിഘണ്ടുവിൽ പുതിയ വാക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവള്. ഗൈസ്, നമുക്ക് ബാക്കി കൊണ്ട് ഷൂട്ട് എടുത്തിട്ട് ഇവിടെ അങ്ങ് ഫുഡ് വാങ്ങിയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കിയുടെ ഫോട്ടോ എടുത്തിട്ട് വരാം. ഓക്കെ, സൈനിങ് ഓഫ്. ഇതിൽ സ്ലോ നല്ല വൃത്തി ചെയ്യാൻ പറ്റും. 120 FPS ഇതും ആവും. രണ്ടും 4K ആണ്. ഇതും 4K ആണ്, ഇതും 4K ആണ്. ഇതെങ്ങനെയുണ്ട്? അത് കൊള്ളാം, കൊള്ളാം. സീരിയസ്ലി ഞാൻ വിചാരിച്ചത് എന്താ ഈ ത്രെഡ് വർക്കെന്ന്, കമ്പ്. അതിന്റെ ഇവിടെ സാരി നശിച്ചു ഗൈസ്. 1000 രൂപയല്ലോ. ഓക്കെ, നീ ഞാനൊരു ചിത്രം വരച്ചനാ, വട്ടം വരച്ചേർന്നാ. എനിക്ക് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കണം. അല്ല, ഒരു ഐഡിയയും ഞാൻ കാണുന്നില്ല ഗൈസ്. സോ കുറച്ച് ഫോട്ടോഷൂട്ടിലേക്ക് പോയിരിക്കൊണ്ടിരിക്കുന്നു. അത് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് ആളേക്ക് ഫോട്ടോ മെമ്മറി ഇല്ലേ? ഇത് തീർന്നാ? ഇതെല്ലാം ഞാൻ എങ്ങനെ നിനക്ക് തരാനാണ്? മെമ്മറി കാർഡിലായിരുന്നേ. മതി മതി മതി. ലൈറ്റ് പോയി. ഈ ലൈറ്റ് പോയാലും ഈ ലൈറ്റ് കൊള്ളാം കേട്ടോ. ലൈറ്റ് പോയാലും ഈ ലൈറ്റ് കൊള്ളാം. അതൊന്നല്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ്. പോവാറുണ്ട്. അയ്യോ ഇത് മൊത്തം ലാൻഡ്സ്കേപ്പ് എടുക്കുന്നുട്ടാ.
ബോറാവുക. അയ്യോ ലാൻഡ്സ്കേപ്പ് എത്ര നേരം എടുത്തു? നമുക്ക് കുറച്ചുകൂടാ വെളിച്ചം കൂട്ടിയിരുന്ന ബോറാവല്ലേ. ഈ ഫോക്കസ് ആയില്ല. ആട് കളഞ്ഞ് ഫോക്കസ് ആവുന്നില്ല. ഒരു മിനിറ്റ്. പണ്ടാരടക്കാനായിട്ട് പോയി, എല്ലാം പോയി. കിട്ടിയോ നോക്കട്ടെ. പണ്ടാരം ഒന്നും കിട്ടിയില്ല. ഒരു ഫോക്കസ് ആയിട്ട് ബാക്കി എല്ലാം ഔട്ട് ഓഫ് ഫോക്കസ്. എനിക്കറിയില്ല. കുഴപ്പമില്ല. മഹാഗണപതി ഈ കോസ് കിട്ടിയോ? കുഴപ്പമില്ല. വേറെ പെണ്ണാഴ്ച കോസ് ഇങ്ങനെയോ? പിന്നെ വേറെ സാധനം ഉണ്ടായിരുന്നു. അമ്മേ ഗൈസ്, ഞാൻ ഇത് ഓഫ് ആക്കിയത് അല്ലെങ്കിൽ മെമ്മറി തരും ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വളരെയധികം ക്ഷീണിതയാണ് ഞാൻ. അവനും ക്ഷീണിതനാണ്. അപ്പോൾ നമ്മൾ മഗ്ഡിയിലേക്ക് വന്നാൽ കാണുമ്പോൾ വീടിൻ്റെ അടുത്തൊരു മഗ്ഡി ഉണ്ട്. കണ്ണട വെച്ചിട്ട് തള്ളലുക്കുണ്ടല്ലേ, കണ്ണട മാറ്റി വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ സാരി മാറിയിട്ടു നേരെ ഓടി ഇങ്ങോട്ട് വന്നു. കാരണം ഐ എം വെരി ടയേർഡ്. 9 മണിക്ക് 9:30 എന്ത് തുടങ്ങിയതാണ്. ഞാൻ നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങിയിട്ടില്ല. സോറി, 12:15 അപ്പോൾ ഇവളിപ്പോൾ ഓർഡർ കൊടുത്തു. നമ്മൾ മീൽസാണ് കൊടുത്തത്, മീൽ ഡീലാണ് കൊടുത്തത്. 2 മക്രിസ്പിയും പിന്നെ 2 മീഡിയം ഫ്രൈസും 1 മീഡിയം കാരമൽ ഫ്രാപ്പയും 1 മീഡിയം ഫ്രാപ്പെ ഷുഗർ ലേബിൾ. അപ്പോൾ അത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. യുനോ ഇഫ് യു നോ യു നോ. അപ്പോൾ ടയേർഡാണ് ഗൈസ്, വെരി ടയേർഡ്. ടിഷ്യൂ അവിടെ ഉണ്ടാവില്ലോ? ഇല്ല. അപ്പോൾ നിലേഷും ഇവിടെയാണ് ഗൈസ്. അവള് ഷിഫ്റ്റ് കഴിഞ്ഞ് അതുകൊണ്ടായതുകൊണ്ട് ഭയങ്കര ടയേർഡ് ആയിരുന്നത്. പിന്നെ ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. പിന്നെ കുറേ സമയം വെയിലത്തിരുന്ന് ഫോട്ടോഷൂട്ടും ആയില്ലേ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടയേർഡായിപ്പോയി. നമ്മൾ ആ ചെറിയ വർത്തമാനം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമുക്ക് യൂട്യൂബിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പോസ്റ്റ് ചെയ്യും, തീർച്ചയായും പോസ്റ്റ് ചെയ്യും. നിനക്ക് പ്രശ്നമുണ്ടോ പോസ്റ്റ് ചെയ്യുന്നത്? അത്രയ്ക്ക് വേണ്ട ഗൈസ്. ഇതിപ്പോൾ ആരും കാണും. ഞാൻ 33 വ്യൂവേഴ്സ് എനിക്കില്ല. നമ്മൾ ആൾക്കാരിലെ കാണുന്നില്ല. ഇവിടെ നമുക്ക് വായി നോക്കാം ഗൈസ്. അവിടെ B&Mൻ്റെ ഷോപ്പുണ്ട്, മറ്റേ അവരുടെ പ്ലാൻസ് ഒക്കെ ഉള്ളത്. കണ്ടോ? ഇവനെന്തോ നോക്കാണ് ഗൈസ്. ഇന്നലെ എനിക്കൊരു വൃത്തികെട്ട നൈറ്റായിരുന്നു. എൻ്റെ നേഴ്സ് ഷിഫ്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങളുടെ ഷിഫ്റ്റ് നേഴ്സിന് വരെ വന്ന ക്ലിനിക്കൽ മാനേജറായിരുന്നു ഗൈസ്. ഓ മൈ ഗാഡ്. അതുകൊണ്ട് ഞങ്ങൾ ഇരുന്നിട്ടില്ല. തിരക്കുണ്ടായില്ലെങ്കിൽ കൂടെ ഞങ്ങൾ ഇരുന്നിട്ടില്ല. അല്ലെങ്കിൽ ഓരോ പണിയും കൊണ്ടുവരും. അതുകൊണ്ട് ഞങ്ങൾ ഇരുന്നിട്ടില്ല ഗൈസ്. അപ്പോൾ രാവിലെ നേരെ വന്ന് കുളിച്ച് സാരി ഉടുത്ത് പൊട്ടിയിട്ട് മുടി കെട്ടി പിന്നെ ഫോട്ടോഷൂട്ടും
പക്ഷെ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഗൈസ് ഒരു ഓണം ഫോട്ടോ ഷൂട്ട് നടത്തണം എന്നുള്ളത്. നാട്ടിൽ വെച്ച് നടത്തുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ സമയത്ത് പൈസയും ഇതൊന്നുമില്ല, അങ്ങനെയില്ല. മീൻസ് ആരും ഇപ്പം ഒന്നും ചെയ്യുന്നില്ല. അപ്പം നമ്മൾ നെഗളിപ്പം നാട്ടുകാർ പറയും. ഐ ഡോണ്ട് കെയർ വാട്ട് ദേ സേ, ബട്ട് സ്റ്റിൽ ഒരു അക്വയർഡ് ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഇന്ന് നിലേഷൻ്റെ കുറേ നല്ല നല്ല ഫോട്ടോസ് എൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഗൈസ്. നല്ല നല്ല ഫോട്ടോസൊക്കെയാണ് നിലേഷ് എടുത്തതെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ഓണം കോസ്റ്റ്യൂമിനെ പറ്റി പറഞ്ഞത്. ഒരു മടിയും കൂടാതെ മറ്റേ പ്രസംഗങ്ങൾക്കൊക്കെ പറയണവന് ഒരു മടിയും കൂടാതെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് അവൻ ക്യാമറയുമായി വന്നു. എന്നിട്ട് ഞങ്ങൾ 2 റീലിനുള്ളത് ഷൂട്ട് ചെയ്തു, കുറേ ഫോട്ടോസ് എടുത്തു. എനിക്ക് ബാക്കി Signing off. Bye bye. See you later.